മാവ് കുഴയ്ക്കുകയും പരത്തുകയും ഒന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് നമുക്കൊരു മോമോസ് കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈറലായിട്ടുള്ളൊരു ലേസി മോമോസ് അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനായിട്ടൊരു 450 ഗ്രാം ചിക്കന് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്കൊരു അരക്കപ്പ് സവാളയും അരക്കപ്പ് അളവിൽ സ്പ്രിംഗ് ഒനിയനും ഇതൊരു 2 പച്ചമുളകാണ് കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ ഡാർക്ക് സോയ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഇതൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഉറച്ച് കിട്ടാൻ ഒരു 15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ നന്നായിരിക്കും. ഇനി കുറച്ച് മൈദയിൽ ഇതുപോലെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. ഓരോ ബോൾസും എടുത്തിട്ട് ആദ്യം മൈദയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു ബോൾസ് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് വീണ്ടും മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തൊരു 4-5 തവണ ഇതൊന്ന് ചെയ്തിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു കോട്ടിങ് നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ നല്ലൊരു കോട്ടിങ് ആക്കി എടുത്താൽ ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു വൈറൽ ലേസി മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മുടെ സാധാരണ ഈ ഒരു മോമോസിൻ്റെ ഒരു ചട്നി റെഡിയാക്കണം കേട്ടോ. ഇത് രണ്ടും കൂടി കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കറക്റ്റ് അളവുകൾ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം.